ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള സ്നാക്കാണ് ഇത്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. പിന്നെ ഇത് നോമ്പ് തുറക്കായിട്ടും ഇഫ്താർ വിരുന്നിനുമൊക്കെ വിളമ്പാൻ നല്ലതാണ്. അപ്പോൾ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇത് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ഇതിൻ്റെ കവറിങ് റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. മൈദക്ക് പകരം ഗോതമ്പ് മാവും ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. 4 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മാവിനാണെങ്കിൽ 2 ടീസ്പൂൺ ഓയിൽ ചേർത്താൽ മതി. കുറച്ചുകൂടി ഓയിൽ കൂടുതൽ ചേർത്താൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഈ മാവുമായി എണ്ണ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എണ്ണയും മാവും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇത് തേച്ച് കുഴച്ച് മാവ് നല്ല സ്മൂത്താക്കി എടുക്കണം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതയിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിയെടുത്തതാണ്. 4-5 മണിക്കൂർ കുതിർത്തിയെടുക്കണം. ഈ കുതിർത്തിയ ഗ്രീൻ പീസ് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് പാല് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയോടുകൂടി അരച്ചെടുത്താൽ മതി. ഒത്തിരി പേസ്റ്റായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ തരിയോടുകൂടി അരച്ചെടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്യാം. ഗീ ഉരുകി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന പേസ്റ്റ് നമുക്ക് കുറച്ച് പാല് ചേർത്ത് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ജാറ് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമുള്ള പാല് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ പീസൊക്കെ നല്ലതുപോലെ കുക്കായി വരണം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അതും കൂടി വേകാനുള്ള പാലാണ് നമ്മളിപ്പോൾ ചേർത്തത്. പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചൂടായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. റവ നന്നായി മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള മധുരം ചേർക്കുക. വെളുത്ത പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ കട്ടിയാവുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കുക. ഇതായിപ്പോൾ ഇത് നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. ഇങ്ങനെ വിട്ടു പോരണ പാകത്തിലായിരിക്കണം. ഇതിനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. എള്ളിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്.
തണുത്തപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയായി. ഇനി നമുക്ക് കൈവെള്ളയിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇത് കുറേശ്ശെ എടുത്ത് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. നമ്മളിത് മുഴുവൻ ബാറ്ററും എടുക്കണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉരുട്ടിയെടുത്താൽ മതിയാകും. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെറിയ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പിന്നീട് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാം. ഇപ്പം ഞാനൊരു 12 എണ്ണമാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാനാണ് പോകുന്നത്. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തൊന്നുകൂടി തേച്ച് കുഴച്ചെടുക്കാം. അപ്പം മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. നടുവിൽ കുറച്ച് കുഴിവ് വരണ രീതിയിൽ പരത്തിയെടുക്കാം. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കൂലേ, അതേ രീതിയിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. നടുവിൽ കുറച്ച് കുഴിവുള്ള രീതിയിൽ പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്നെല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ തിരിച്ച് ഇതിൻ്റെ കവറിങ് വളരെ തിന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കൂടുതലുള്ള മാവ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഫില്ലിങ് വെച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് തന്നെ ഒന്ന് പതിയെ പരത്തിയിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഫില്ലിങ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫില്ലിങ് വെച്ച് സ്റ്റഫ് ചെയ്തെടുക്കാം. സൈഡിൽ നിന്നെല്ലാം വലിച്ച് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് തിരിച്ചെടുത്താൽ ഇതിൻ്റെ കവറിങ് നല്ല നേരിയതായി കിട്ടും. നമ്മൾ എത്രമാത്രം നേരിയതാക്കുന്നോ അത്രയും ക്രിസ്പി ആയിരിക്കും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇതുപോലെ പൊട്ടിപ്പോകാതെ നമ്മളിത് ഇങ്ങനെ തിരിച്ച് ബാക്കിയുള്ള മാവ് മാറ്റി വയ്ക്കാം. അതിനുശേഷം പതിയെ ഒന്ന് കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 12 സ്നാക്സും സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലാക്കിയാണ് ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാം. ഞാനിവിടെ ഒരു ഫ്രൈങ് പാനിൽ എണ്ണ ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. കുഴിവെള്ള ചീനച്ചട്ടി ആയിരിക്കണം. പരന്ന പാത്രത്തിൽ ഇത് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഇനി ഇത് ഓരോന്നും കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്നുകൂടി നല്ലതുപോലെ പരത്തിയെടുക്കുക. ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ് പൊട്ടി പുറത്തു പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ ചെയ്താൽ നല്ലതുപോലെ ഇത് കുമളച്ച് വരികയും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. കൂടുതൽ നമ്മൾ ഇട്ട് ഫ്രൈ ചെയ്യരുത്, പറ്റുന്ന അത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പം ഞാൻ 4 എണ്ണം വീതമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ആദ്യം ഫ്രൈ ചെയ്യാൻ. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മുകളിൽ പൊങ്ങി വരും. ആ സമയത്ത് ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. കുറച്ചുകൂടി ഡാർക്ക് ആക്കണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടി ഇത് ഫ്രൈ ചെയ്താൽ മതിയാകും. ഇപ്പം നമ്മളുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്ന 12 സ്നാക്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കുമളച്ചാണ് വന്നിരിക്കുന്നത്. ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാം. തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.